ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കുട്ടി വ്ലോഗ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ എങ്ങനെ തുടങ്ങണമെന്നൊന്നും അറിയാതെ വെറുതെ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണേ. എനിക്കിത് സെറ്റാവില്ലെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോഴാണ് എൻ്റെ മൂത്ത പുത്രൻ എൻ്റെ വീഡിയോ എടുക്കാമോ എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവനെ തൃപ്തിപ്പെടുത്താനായി ഞാൻ എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇതിവന് ഏറെ പ്രിയപ്പെട്ട കാറാണേ. ഇതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും അവൻ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഒരു ചായ കുടിക്കാമെന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ ചായ ഇടാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ആ ചിണുക്കം കേട്ടത്. ഇതെൻ്റെ ഇളയവനാണേ. എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ എടുത്താൽ ഈ കരച്ചിൽ അവന് പതിവാണ്. ചക്കയൊക്കെ ഏറെ കിട്ടുമ്പോൾ ശർക്കര പാവ് കാച്ചി ചക്ക വഴറ്റി വെക്കാറുണ്ട് ഞാൻ. ഇന്ന് നമുക്ക് കുമ്പിളുണ്ടാക്കിയാലോ? ഞങ്ങൾ കോട്ടയംകാർ കുമ്പിളെന്ന് പറയുമ്പോൾ പാലായിൽ ചിലയിടത്ത് പൂച്ച പുഴുങ്ങിയത് എന്നൊക്കെയാണ് പറയാറ്. നിങ്ങളിങ്ങനെ കേട്ടിട്ടുണ്ടോ? ചക്ക വഴറ്റിയതിലേക്ക് ഏലക്കയും ജീരകവും പൊടിച്ച് അതിലേക്ക് ഏറെ തേങ്ങാപ്പീര ചിരവിയതും ചേർത്ത് റവയും അല്പം ഗോതമ്പ് പൊടിയും ചേർത്താണ് ഞാൻ മാവ് തയ്യാറാക്കുന്നത്. 2-3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്തുണ്ടാക്കുമ്പോഴാണ് കുമ്പിളിന് മയം കൂടുതൽ കിട്ടാറുള്ളത്. ഇല ഇങ്ങനെ കുമ്പിൾ കുത്തി മാവ് നിറച്ച് ഇതിൻ്റെ അഗ്രം കൊണ്ട് തന്നെ മടക്കി കുത്തുമ്പോൾ എല്ലാം സെറ്റ്. അങ്ങനെ ഇതോടെ എൻ്റെ ഇന്നത്തെ എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ബൈ.